ഇടവകം പ്രാഫലിത്ത തിരുമേനി, വന്യരായ കോർപ്പിസ്കോപ്പാച്ചന്മാരെ, പ്രിയ ശിമാശന്മാരെ, ഈ ഭദ്രാസനത്തിന്റെ സെയിന്റ് മേരീസ് വിമൻസ് ലീഗിന്റെ ജനറൽ സെക്രട്ടറി മിസസ് മിലൻ റോയ്, ഈ ഏരിയയുടെ സെക്രട്ടറി ആയിരിക്കുന്ന മിസസ് ജെസി പീറ്റർ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, ഒരു ഫെലിസിറ്റേഷന്റെ സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. അഭിമന്യ പിതാവ് വാസ്തവത്തിൽ ഒരു വലിയ പ്രബന്ധം എഴുതത്തക്ക വിധത്തിലുള്ള നൊട്ടേഷൻസ്, ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് പറഞ്ഞത്, അനേക കാര്യങ്ങൾ ഐ റിറ്റെയിൻ ദോസ്. വാസ്തവത്തിൽ നമ്മളുടെ ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതായ ആസ്പിറേഷനിലായിരിക്കുന്ന ഒരുപാട് പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഐ ബിലീവ് together in the leadership of Tirumeni, maybe our diocese can definitely achieve those goals. Most of them are long term. That'll be fine. വന്നിയ കോർപ്പിസ്കോപ്പാച്ചൻ 139 സങ്കീർത്തനത്തെ ആധാരമാക്കി പറഞ്ഞ കാര്യങ്ങൾ തികച്ചും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന അനേക കാര്യങ്ങളുടെ ഒരു സമാഹാരമാണ്. എന്നാൽ ഞാൻ ഇവിടെ പൊതുവെ മനസ്സിലാക്കിയ ഒരു കാര്യം, our group here somehow is dealing with the functioning of a family, maybe singles or couples or married, whatever. That's the basic unit of our church, a family. How do we become like Christ-like? അല്ലേ? ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നാം എങ്ങനെയാണ് ഒരു കുടുംബ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോകുന്നത്? അതിൻ്റെ വിവിധ ഘടകങ്ങൾ എന്താണ്? അതേക്കുറിച്ചൊക്കെയും ഒരുപക്ഷെ നമുക്ക് ദിവസങ്ങൾ വേണമെങ്കിൽ സംസാരിക്കാം. എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മൾ ഒരു കുടുംബ ജീവിതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് മോഡലായിരിക്കുന്ന ഒരു കുടുംബം ഏതാണ്? That's right, തിരുകുടുംബം അല്ലേ? The Holy Family. നോക്കൂ, വിഭാര്യനായിരുന്ന യൗസേപ്പ് ദൈവനിയോഗപ്രകാരം മറിയാമിനെ വിവാഹം നിശ്ചയിക്കപ്പെടുന്ന അവസ്ഥകളൊക്കെ അതൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ മഹാപുരോഹിതൻ ഈ കാര്യങ്ങളൊക്കെയും നിർവഹിക്കുമ്പോൾ ഈ വിഭാര്യനായിരുന്ന യൗസേപ്പ് മറിയാമിനെ വിവാഹം ചെയ്ത് ഒരു കുടുംബജീവിതം നയിക്കുന്നതിനല്ല വാസ്തവത്തിൽ ദൈവം അവനെ തിരഞ്ഞെടുത്തത്. ഒരു കാവൽക്കാരനായിട്ടും ഒരു കെയർ ടേക്കറായിട്ടും എന്ന് വേണം വിചാരിക്കാൻ. എന്നാൽ ലോകത്തിന്റെ ഭാഷയിൽ ഒരു വിവാഹ നിശ്ചയമാണ് അവിടെ നടക്കുന്നത് ദൈവാലയത്തിൽ. എന്നിട്ട് യഹൂദ മതസ്ഥാനികളുടെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ആചാരപ്രകാരം ഈ വധു അല്ലെങ്കിൽ വിവാഹം ചെയ്യുവാനിരിക്കുന്ന, വിവാഹം ഉറപ്പിക്കപ്പെട്ടതായ ഈ വധു അല്ലെങ്കിൽ ഈ സ്ത്രീ ഭർത്താവിന്റെ ഭവനക്കാരോടൊന്നിച്ചാണ് വിവാഹം വരെ താമസിക്കുക. എന്നാൽ ഇടനെഞ്ച് പിളർക്കുന്ന ഒരു വാർത്തയാണ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ കേൾക്കുന്നത്. താൻ വിവാഹം ചെയ്യുവാൻ പോകുന്ന ഈ സ്ത്രീ ഗർഭിണിയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? മറ്റുള്ള ആളുകളോടൊക്കെ വിവരം പറഞ്ഞ് നോട്ടീസ് കഴിച്ച് ആളെയൊക്കെ വരുത്തി, പഞ്ചായത്ത് പ്രസിഡന്റിനെ മറ്റേ ആളെയൊക്കെ വിളിച്ചു വരുത്തി, തിരുമേനി അച്ഛന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറയും ഞാൻ ഒഴിവാണ്. അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ മനുഷ്യൻ പരസ്യപ്പെടുത്താനല്ല വിചാരിച്ചത്. യൗസേപ്പ് നീതിമാനായിരുന്നത് കൊണ്ടും ഈ സ്ത്രീക്ക് മറിയാമിനെ ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലാതിരിക്കുകയും ചെയ്തുകൊണ്ട് എന്താണ് ചെയ്തത്? രഹസ്യമായിട്ട് ഉപേക്ഷിക്കാമെന്ന് കരുതി. അപ്പോഴാണ് മാലാഖ വന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവനെ, നിന്റെ ചിന്തകൾ മാറ്റിവെക്കൂ. ദൈവത്തിൽ, പരിശുദ്ധാത്മാവിൽ ഇവൾ ഗർഭിണിയായിരിക്കും. കാര്യങ്ങളൊക്കെയും വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ തുടക്കത്തിന് മുൻപ് തന്നെ വലിയ ഭാരം തലയിൽ
ജീവിക്കുകയാണ് ഈ മനുഷ്യൻ. പക്ഷേ ഒരു കെയർ ടേക്കറിനെ പോലെ, ഒരു രക്ഷകർത്താവിനെ പോലെ, ഒരുപക്ഷേ ലോകത്തിന്റെ ഭാഷയിൽ ഒരു പിതൃസഹജമായ വാത്സല്യത്തോടു കൂടിയാണ് ഈ യേശു ജനിക്കുന്നത് വരെയും യൗസേപ്പ് ഈ സ്ത്രീയെ അല്ലെങ്കിൽ മറിയമിനെ കരുതുന്നത്. പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെയും നമുക്കറിയാം. സ്വന്തം മകനായിട്ടാണ് വളർത്തുന്നത്. ഇനി നോക്കൂ, ഞാൻ പെട്ടെന്ന് ആ ഭാഗത്തു നിന്ന് മാറുകയാണ്. നാം വായിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം വായിക്കുന്ന അവസരത്തിൽ 25-ാമത്തെ വാക്യം നമ്മളിവിടെ വായിച്ചു കേട്ടതാണ്. എന്താണ്? യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയാമും മഗ്ദലക്കാരി മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ, അതൊരു മലയാളത്തിൽ ട്രാൻസ്ലേഷൻ എത്രമാത്രം യുക്തമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മയെ എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. എന്നിട്ട് ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. അവിടെ എന്താ നമ്മൾ കാണുന്നത്? ഇതിന്റെ വിശദമായിരിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്താ അവിടെ കാണുന്നത്? If we break it down, what we see there? A care for his mother. നമ്മൾ ദൈവത്തിന്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, ഒരു ക്രൈസ്തവ കുടുംബം നടത്തിക്കൊണ്ടു പോകുമ്പോൾ, ഒരു കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന പരമമായിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹം എന്താണ്? അല്ലെങ്കിൽ ഒരു വലിയ നമ്മുടെ ചുമതല എന്താണ്? എന്താ ചുമതല? To care for each other, especially care for the parents. അല്ലേ? കർത്താവിനറിയാം ഇവൻ മരിക്കുവാൻ പോകുന്നു, അപ്പോൾ തന്റെ അമ്മ അനാഥമായി തീരരുത്. അല്ലേ? നോക്കിയേ, നമ്മൾ പല വാർത്തകളും ലോകത്തിൽ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഇതൊരു വലിയ ഒരു മാനിയ, റോങ് വേർഡ് ആണ്, എന്നാൽ ആയിരിക്കുകയാണ്. എന്താണ്? പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചേക്കുക, കളഞ്ഞേക്കുക. കാരണം ഇനി അവരൊരു ഭാരമാണ്. അത് ഇവിടെ പിന്നെ ഈ എന്നാ ഓൾഡ് ഏജ് ഹോംസോ നഴ്സിംഗ് ഹോംസോ ഇഷ്ടമില്ലാത്ത സ്ഥലമുണ്ട്. കാരണം അവർക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത സ്ഥലം. പക്ഷെ അങ്ങനെ ഇന്ത്യയിലാണ് അവരെ ഉപേക്ഷിച്ച്, റോട്ടിലൊക്കെയും ഉപേക്ഷിച്ച്, അനേക സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച് പോയതായിട്ട് നമ്മൾ കഥകൾ വായിക്കുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ നാം ക്രിസ്തുവിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം എന്താ? We ought to care for our elderly. ഞാൻ ഒറ്റ കാര്യം മാത്രം നിങ്ങളോട് പറയുന്നു. നമ്മളെല്ലാവരും പ്രായമായിക്കൊണ്ട്, താഴെ പ്രായം വരുന്നവരില്ലല്ലോ, എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ കൊല്ലം ചിലർ പറയുന്നു ഈ വർഷം നമുക്ക് വയസ്സില്ല, ഇയർ അല്ല 28 അതുകൊണ്ട് ആള് ചിലർ 29 ഏജ് ആള് പറയുന്നത് ഈ വർഷം ഞങ്ങൾക്ക് വയസ്സ് കൂടുന്നില്ലെന്ന്. ഓക്കെ, യു ക്യാൻ ടേക്ക് ഇറ്റ് എനി വേ യു വാണ്ട്. പക്ഷേ ടു കെയർ ഫോർ ഈച്ച് അതർ ഇൻ ദ ഫാമിലി, അതുപോലെ ടു ടേക്ക് കെയർ ഓഫ് ദ പാരന്റ്സ്. നമ്മൾ ക്രിസ്ത്യൻസ് തന്നെയും പലപ്പോഴും ഇതിൻ്റെയൊക്കെ വിക്ടിംസ് ആയിട്ട് നമ്മുടെ പാരന്റ്സിനെ പിന്നെ ചെയ്യുന്നത് എന്താ? ഇവരെ കൊണ്ടുവന്ന്, ഇപ്പൊ തിരുമേനിമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ പള്ളിക്കാരൊക്കെ ഓൾഡ് ഏജ് ഹോം നടത്തുന്നുണ്ട്, അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. Can we care for our elderly? ചിലപ്പോൾ അത് പാരന്റ്സ് ഉണ്ടാവില്ല, നിങ്ങളുടെ ഒരു ആന്റി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അങ്കിൾ ആയിരിക്കാം. Can you give them a call and check on them how they are doing? ഇവിടെ കർത്താവ് കാൽപുറകിൽ കിടന്നുകൊണ്ട് നമുക്ക് പ്രസംഗം പറയാൻ എളുപ്പം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് കൂടാനും അതിന്റെ കാര്യങ്ങളൊക്കെ. നമ്മളുടെ ജീവിതത്തിൽ പരുവപ്പെടാത്ത, പാകപ്പെടാത്ത, പ്രവർത്തിക്കാത്ത ഒരു കാര്യം നമ്മൾ പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അത് വെറും പൊള്ളത്തരം മാത്രം. അതുകൊണ്ട് we ought to practice what we preach and what we believe in. അപ്പോൾ അത് കണ്ടുപഠിക്കേണ്ടത് തിരുക്കുടുംബത്തിൽ നിന്ന് അല്ലേ? ഞാൻ യോസേഫിന്റെ കാര്യം പറഞ്ഞു. കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു കാൽവറിയിൽ കിടന്നുകൊണ്ട് തൻ്റെ മാതാവിനെ
യോഹന്നാന് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ, അമ്മ യു ഡിഡ് എൻ എക്സലന്റ് ജോബ് ബൈ പ്രിപ്പയറിംഗ് ഓൾ ദീസ് തിങ്സ്. ബ്രെയിൻ സ്റ്റോം കുഞ്ഞു പോയി പഠിച്ചോളൂ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ചുകൂടി വായിച്ചോളൂ. ഞാൻ മുഴുവൻ ആൻസർ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുമായിരുന്നില്ല. കാരണം നമ്മളങ്ങനെ ഇത്രയും കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഓർമ്മ വരുന്നില്ലാവില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ഫാമിലി, ഇനി ക്രിസ്ത്യൻ ഫാമിലീസ് എങ്ങനെയാണ് നാം ഒന്നിച്ചു നിൽക്കുന്നത്? നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഷയുണ്ടല്ലോ, എ ഫാമിലി that prays together stays together. കൊച്ചുങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അപ്പനും അമ്മയും ടി വി കാണുന്ന തിരുമേനി കഥകളൊക്കെ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, ഒരു പ്രബന്ധം എഴുതുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞു. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്? നമ്മൾ പറയുന്നത്, കുഞ്ഞുങ്ങളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുന്നുണ്ടോ? ഇമ്പോർട്ടന്റ് കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അവർ അവരുടെ രീതിക്ക് പോകും. പിന്നെ നമ്മൾ പറയുന്നത് കൺട്രോൾ വിട്ടു പോകുമ്പോൾ അവരുടെ ഇഷ്ടമനുസരിച്ച് അവര് പൊയ്ക്കളയും. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അവർ മാറിപ്പോവും. കാരണം അവരുടെ ചിന്തയിൽ നാം പറയുക മാത്രമേ ചെയ്തുള്ളൂ, നാം ഇൻസ്ട്രക്ട് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ നാം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തില്ല. പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല ഒരു ചെറിയ സമൂഹമെങ്കിലും നമ്മുടെ പരിശുദ്ധ സഭയുടെ മക്കൾ എന്താണ് നോക്കൂ. ഈ സങ്കീർത്തനക്കാരൻ 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. 2 ദിവസം പറയാനായിട്ടുള്ള കാര്യം അവിടെ തന്നെയുണ്ട്, അതൊന്നും പറയാൻ ഇവിടെ സമയമില്ല. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിൽ ആയിരിക്കാൻ തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും അവർ പഠിപ്പിച്ച ആ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളെയും വരുന്ന തലമുറയെയും അത് പഠിപ്പിക്കുവാൻ തക്കവണ്ണം, പിന്നെ ലാംഗ്വേജോ പ്രശ്നങ്ങളോ മറ്റ് അവാന്തര കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ചെമ്മാച്ചന്മാരെ കൂടി ഇരിപ്പുണ്ട്. അതുപോലെ അടുത്ത തലമുറകൾ ഇല്ലേ, തിരുമേനിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചുകൊള്ളും. പക്ഷെ നമ്മുടെ ടേമിൽ നാം നല്ല ഒരു മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അതിന് സമയം വൈകുന്നേരം വിചാരിക്കേണ്ട. എന്തെങ്കിലും അപഭ്രംശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, ഫാമിലി ലൈഫിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്നു തന്നെ, ഇന്നിപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത് തന്നെയാണ് രക്ഷാ ദിവസം, സുപ്രസാദ കാലവും ഇന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും പേര് ഒന്നിച്ചത് ഹോൾ ഡേ അഭിമുഖ തിരുമേനിയുടെ അധ്യക്ഷതയിൽ ഇതിന്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇത്ര ഭംഗിയായി നിർവഹിക്കുന്നതിന് we have a tremendous potential if you see it and use it nicely. പലപ്പോഴും നമുക്ക് കഴിയാത്തത് എന്താണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ഈ പ്രീച്ചിങ്ങിന്റെ കാര്യം മാത്രമാണ്, അതിന്റെ പ്രാക്ടീസിന്റെ ഭാഗം വരുമ്പോൾ നമ്മൾ പിന്നെ പുറകോട്ട് പൊയ്ക്കളയും. കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അപ്പുറത്ത് പോയിരുന്ന് ടി വി കാണും. ദാറ്റ്സ് നോട്ട് ദ വേ ഇറ്റ് ഷുഡ് ബി. ഞാൻ അതൊക്കെ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞതിന് കടമായിരിക്കുന്ന മറ്റു കാര്യങ്ങൾ ഉണ്ടായേക്കാം. ഏതായാലും എനിക്ക് ബോധ്യം വന്നത്, ദിസ് വാസ് എ നൈസ് ഡേ, എ വെരി ഫ്രൂട്ട്ഫുൾ ഡേ വിത്ത് സെന്റ് മേരീസ് വിമൻസ് ലീഗ് ആൻഡ് ഓൾസോ വിത്ത് ദി സെയിന്റ് പോൾസ് പ്രയർ ഫെലോഷിപ്പ്. അവരെയും ഈ നാട്ടിൽ തിരുമേനി ഒന്നുകൂടി സ്ട്രോങ് ആക്കണം. കാരണം അവരെയും കൂടി പറഞ്ഞിട്ടുണ്ട്, അതിനിടത്തെ പ്രയർ ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് അതിൻ്റെയും കൂടി ഒരു പ്രവർത്തനം, അതുപോലെ യൂത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോൾ എൻവിഷൻ ചെയ്തിട്ടുള്ളതുപോലെ ആ യങ് ലേഡീസിന്റെയോ യങ് മെൻസിന്റെ തിരുമേനി താഴെ ഇരുന്ന അവസരത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, യങ്സ്റ്റേഴ്സിനെ ഹൗ ആർ വി going to keep them within our church? ഇമ്പോർട്ടന്റ് കാര്യം. നമ്മുടെ കാലം കഴിഞ്ഞാൽ പ്രളയമൊന്നുമല്ല, അവർക്ക് നമ്മൾ കൈമാറണം. അതാ പറയും, ദീപശിഖ കെടാതെ കൈമാറി കൊടുക്കുന്നതാ. നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മുടെ കാലം കഴിഞ്ഞാൽ പിന്നെ പ്രളയം ഒക്കുകയില്ല, നന്നാവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അടുത്ത തലമുറയ്ക്ക് എങ്ങനെയാണ് അവരെ നേടാൻ ഒക്കുന്നത്? അവർക്ക് എന്തെങ്കിലും പറയാൻ, എന്തെങ്കിലും കേൾക്കുക. ചില അവസരത്തിൽ നമ്മൾ പറഞ്ഞ നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. അങ്ങനെ മിക്കവാറും പാരന്റ്സ് ഒക്കെ അങ്ങനെ ഒരു മേ ബി അവർ കൾച്ചറൽ ഇഷ്യൂസ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
അവരെയും കൂടി ഇതിനകത്ത് കൊണ്ടുവരാനും, കോളേജിൽ പോയാൽ നമ്മുടെ കൊച്ചുങ്ങളെ ഒന്നും നമ്മുടെ കുട്ടികൾ കാണില്ല. അതിന് മുമ്പ് തന്നെ തുടങ്ങി കാണും. ഹൈസ്കൂളിൽ പോകുമ്പോൾ പള്ളിയിൽ വരാതെയാവുന്ന സാഹചര്യം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ട തിരുമേനി ഐഡിയാസ് ഒക്കെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് പാരന്റ്സ്, യു നീഡ് ടു സ്റ്റാർട്ട് ഫ്രം യുവർ ഫാമിലീസ്. കുഞ്ഞായിരിക്കുന്ന അവസരത്തിൽ ഒരു കൊച്ചിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാതെ 10 വയസ്സാവുമ്പോൾ മോനെ വാടാ പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരി കൊണ്ടിടൂ എന്ന് ചോദിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് യു സ്റ്റാർട്ട് റെവല്യൂഷൻ സ്റ്റാർട്ട്സ് അറ്റ് ഹോം. വീട്ടിലാണ് തുടങ്ങുന്നത് സകല റെവല്യൂഷൻ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ, വരുന്ന തലമുറ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നത്. നമ്മളൊക്കെ അവരെ ജന്മം കൊടുത്തു, ദൈവത്തിന്റെ കൃപയിൽ കൈയാണോ കാലാണോ വളരണേന്ന് നോക്കി അവരെയൊക്കെ പരിപോഷിപ്പിച്ചു. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അവര് ദൈവത്തിന്റെ സൃഷ്ടിയാകുന്നു. നമ്മളിലൂടെ ദൈവം അത് വരുത്തി എന്നുള്ളതല്ലാതെ അവരുടെ രക്ഷിതാവ് ക്രിസ്തു ആകുന്നു. അതുകൊണ്ട് അവരെ നല്ലവണ്ണം നടത്താനും ദൈവം നന്മ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ 30, 60, 100 മേനിയായി. അതിനാണ് നമ്മളുടെ ഈ സ്പിരിച്വൽ ഓർഗനൈസേഷൻസ്, അതിനാണ് ചർച്ച്, അതിനാണ് ഡയസീസ്, അതിനാണ് ഹോളി ചർച്ച് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതിന്റെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അതിനുള്ള പൊട്ടൻഷ്യലൊക്കെ നമുക്കുണ്ട്. അത് തേടിപ്പിടിച്ച് എങ്ങനെയാണെന്ന് കണ്ടുപിടിപ്പാനായിട്ട് ഒരു സമൂഹമായി അഭിവന്യ പിതാവിന്റെ നേതൃത്വത്തിൽ, അതുപോലെ ഈ സ്പിരിച്വൽ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ശമാശന്മാരുടെ ഒക്കെയും കോൺട്രിബ്യൂഷൻസിൽ, വന്യ വൈദികരുടെ നേതൃത്വത്തിൽ എല്ലാം ഭംഗിയായി നിർവഹിക്കത്തക്കവണ്ണം, പ്രത്യേകിച്ച് ഇതിന്റെ നേതാക്കന്മാരായിരിക്കുന്ന ഈ വണ്ടർഫുൾ ലേഡീസ് ടു ഓഫ് ഇവിടെ ജെസ്സി ഒരു അമ്മായി പറഞ്ഞ ആരെ പറഞ്ഞു, അച്ഛനാ പറഞ്ഞു 20 പ്രാവശ്യം പറ്റിയല്ലേ, എന്നെ ഒരു 35 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. That's okay. ഞാൻ പ്രയാസമൊന്നുമില്ല. ജെസ്സി always stay on the top of it. Okay? എപ്പോഴും വിളിച്ചിട്ട് എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. So we appreciate that whatever you are doing. ഈ ഭാഗത്ത് കുഞ്ഞിടവുകളായിട്ട് 3 ഇടവുകളാക്കി നിൽക്കുകയായിരുന്നു. ഈ വന്യ കോർബസ്കോപ്പ് അച്ഛന്മാരുടെ നേതൃത്വത്തിൽ, തിരുമേനിയുടെ ആ നേതൃത്വത്തിൽ ഒരു ഇടവകയായിട്ട് മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കണം. ഈ ഭാഗത്ത് കൂടുതലായിട്ടുള്ള ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നിർവഹിക്കുന്നതിന് ദൈവം തിരുമേനിയുടെ അധ്യക്ഷതയിലൊക്കെ കൃപ ചെയ്യട്ടെ. നമ്മളെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവത്തിന് പ്രസാദകരമായി, പരിശുദ്ധ സഭയ്ക്ക് അനുഗ്രഹകരമായി തീരുന്നതിന് ഇതൊരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിനയത്തോടെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.